71 കവിതകളോളം വന്നിരുന്നു. അപ്പൊ 71 കവിത വന്നിരുന്നതെന്ന് വെച്ചാൽ ചിലവരൊക്കെ അത് എഴുതി ഫോട്ടോ എടുത്തിട്ട് അയച്ചു, ചിലരൊക്കെ മെയിൽ ചെയ്തു, ചിലരൊക്കെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് അയച്ചു. ഇതൊക്കെ ജഡ്ജസിന് കൈമാറാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി എല്ലാം ഒരേ ഫോണ്ടിൽ ഈ കൈയക്ഷരം മോശമുള്ളവരൊക്കെ കറക്റ്റ് ക്ലിയറായി PDF-ലേക്ക് കൺവെർട്ട് ചെയ്ത് A4 ഷീറ്റിലാണ് ജഡ്ജസിന് നമ്മളത് കൈമാറിയത്. ബാലകൃഷ്ണൻ അജിത്ത് മാഷ്ക്ക് ആണ് ഫസ്റ്റ് കൈമാറിയത്. അപ്പോൾ ബാലകൃഷ്ണൻ മാഷ ഒരുപാട് വേദികൾ ഇതുപോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളായിരുന്നു. ആള് ആ ഒരു ഇത് കണ്ടപ്പോൾ എല്ലാം ഒരേ ഫോർമാറ്റിൽ ഒരേ A4 ഷീറ്റിൽ ഒരേപോലെ കണ്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരു കഥ പറയണം. പുള്ളി പാലക്കാട് ജഡ്ജസായിട്ട് ഒരു മത്സരത്തിന്, ചെറുകഥാ മത്സരത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ തലത്തിലാണ്. അപ്പോൾ വന്നിരിക്കുന്ന എൻട്രികളൊക്കെ കൂടുതലുള്ള 2 ജഡ്ജസ് ചിലതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൈയക്ഷരം മോശമായിട്ടുള്ള ഒരു എൻട്രി എടുത്ത് മാഷ് വായിക്കുകയാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു കഥ, വിഷയം കൊടുത്തിരിക്കുന്നത് സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഒരു കുട്ടി എഴുതിയ കഥയാണ്. അപ്പോൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം മറ്റ് ജഡ്ജസ് മാറ്റി വെച്ചത് മാഷ് ബുദ്ധിമുട്ടി വായിച്ചു. കഥയുടെ ഉള്ളടക്കം ഇതാണ്: 2 ആനകൾ കാട്ടില്. അപ്പോൾ അവിടെ വെള്ളം വറ്റി വേനൽ വന്നു. ഈ 2 ആനകളും താഴ്വാരം ഇറങ്ങി വെള്ളം അന്വേഷിച്ച് നടന്ന് താഴ്വാരത്തിലെത്തി ഒരു ചെറിയൊരു കുളത്തിൽ ജലാംശമുള്ളത് കണ്ട്. അപ്പം അതിൽ കുടിക്കാനായിട്ട് ആകെ ഒരാൾക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളമുള്ളൂ. 2 പേരുണ്ട്. അപ്പോൾ ഒന്നാമൻ പറഞ്ഞു നീ കുടിച്ചോളൂ. അപ്പോൾ രണ്ടാമൻ പറഞ്ഞു അത് വേണ്ട, നീ കുടിക്കും. അപ്പോൾ 2 പേരും തമ്മിൽ തർക്കമായി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 2 പേരും ഒരു രമ്യതയിലെത്തി. നമുക്ക് 2 പേർക്കും ഒരുമിച്ച് വെള്ളം കുടിക്കാം. അങ്ങനെ 2 പേരും ആ ജലത്തിലേക്ക് തുമ്പിക്കൈ ഇട്ട് അവിടെ നിന്നു. വെള്ളം കുറയുന്നില്ല ജലാശയത്തില്. ഇതാണ് സ്നേഹത്തെക്കുറിച്ച് ഒരു കുട്ടി എഴുതിയ കഥയാണ്. അപ്പം അത് മറ്റ് ജഡ്ജസ് മാറ്റിവെച്ച കവിത ബാലകൃഷ്ണൻ അജിത്ത് മാഷ് മറ്റ് ജഡ്ജസിനോട് പറയാണ് ഇതിങ്ങനെയാണ് കഥ. അങ്ങനെ 1ാം സമ്മാനം ആ കഥയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ നമ്മളുടെ കവിത വന്നതിൽ അതുപോലത്തെ അക്ഷരങ്ങളിൽ ഉള്ള കവിതകൾ ഉണ്ടായിരുന്നു. കേരളപ്പിറവിയായിരുന്നു വിഷയം. അതൊക്കെ ഞാൻ ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് അവർക്ക് കൈമാറിയത്. അവർക്ക് ഈസി ആയിട്ട് നോക്കാനുള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടാണ് കൊടുത്തത്.